സബ്സ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നത് കുക്കിംഗ് വീഡിയോയും വയ്യാണ്ട് കിടക്കുന്നതും പനി പിടിച്ചിരിക്കുന്നതും എന്റെ ബട്ട് യുനോ നമ്മൾ യൂട്യൂബിൽ ഇടുന്ന കണ്ടന്റ്സ് ഒക്കെ ഇല്ലേ, ആൾക്കാർ യൂട്യൂബിൽ ഇട്ടിടുന്ന ഓരോ കണ്ടന്റ്സ് ഞാൻ അവിടെ കൊണ്ടിടുന്നു, അതില് നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിൽ ഒരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് കണ്ടന്റോ ഒരു നെഗറ്റീവ് ടോക്കോ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സുഹൃത്തുക്കളെ, ലിച്ചി എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ഗംഭീരം, 1-2 സിനിമയിലേക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രൊമോഷൻസും ഉദ്ഘാടനങ്ങളായിട്ട് പോകുന്ന ഒരാളാണ്. അവര് വളരെ ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ ഉദ്ഘാടനങ്ങളൊക്കെ പോകുന്നു. അവരെ കാണുവാൻ, അവരെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി പോയിട്ട് കുറെ ആളുകൾ അവിടെ പോയി നിൽക്കുന്നു. അവർ വരുമ്പോൾ ആളുകൾ തടിച്ചു കൂടുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇവർ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പലരും ക്ഷണിക്കുന്നു. അവർ വളരെ യാഥാർത്ഥ്യത്തോട് പറഞ്ഞ കാര്യമാണ്, ഇവർക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. സാധാരണയായിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നതുവാ, ചെറുതായിട്ട് ക്ലീവേജ് കാണിക്കും അല്ലേ, ചിലപ്പോൾ നെയ്വലൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം, ഒരു സെക്ഷുവലി എന്താ പറയുക ചില ടോക്കുകളൊക്കെ വർത്തമാനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരിക്കാം എന്നാണല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയല്ലേ. അവരെന്തോ നേവൽ കാണിച്ചു, അവരെ ക്ലീവേജ് കുറെ തുറന്നു കാണിച്ചു എന്നതൊക്കെയാണ് അവരൊരു ചില വിഷയങ്ങളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. നമ്മളത് കാണാൻ പോയിട്ടില്ല, ഒരെണ്ണം പോയി നമ്മൾ ഇതുവരെ സബ് ചെയ്തിട്ടില്ല. ആ ഒരു 10-300 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് മന്തി വാങ്ങിച്ച് കഴിക്കാം. ആ ഒരു മന്തിയുടെ സൗന്ദര്യം ആസ്വദിക്കാം എന്നുള്ളതാണ് നമ്മളൊക്കെ നോക്കുന്നത് കേട്ടോ. എന്തായാലും ലിച്ചി പറയുന്നു, എൻ്റെ സബ്സ്ക്രിപ്ഷനിലേക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ പനി പിടിച്ച് കിടക്കുന്നതും എൻ്റെ വിഷമങ്ങളൊക്കെ പറയാനാണ്. അതല്ലാത്തൊരു സംഗതിയും എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് മനസ്സിലായത്. ബാക്കി കേൾക്കണേ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കുറെ ഫേക്ക് പേജിലെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു മിക്കവാറും ഹേറ്റേഴ്സ് ആയിരിക്കും വന്നിട്ട് ഇതിലൊന്നും ഇല്ലല്ലോ, ഞാൻ എന്റെ പൈസ തിരിച്ചു തരൂ, എന്റെ ക്യാഷ് തിരിച്ചു തരൂ എന്ന് വെച്ചിട്ട് കുറെ പേര്, ഞാൻ റിപ്ലൈ ചെയ്യാറില്ല. കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ട് പറയും, അവർ വന്നിട്ട് പറയും, എന്താണ് ഒരു ആർട്ടിസ്റ്റിനോട് നീ ഇങ്ങനെയാണോ സംസാരിക്കണേ, നീ ഏതാണ് നിന്റെ പ്രൊഫൈൽ ഒന്ന് അയച്ചാടാന്ന് പറയുമ്പോഴേക്കും അവര് പോയി. എന്റെ സബ്സ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നത് കുക്കിംഗ് വീഡിയോയും വയ്യാണ്ട് കിടക്കുന്നതും പനി പിടിച്ചിരിക്കുന്നതും എന്റെ കണ്ടില്ലേ, ഇതാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങനത്തെ വീഡിയോസിലൊക്കെ ഇടാറുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് അല്ലാതെ വേറെ എന്തെങ്കിലും എൻ്റെ ക്ലീവേജോ നേവലോ പ്രതീക്ഷിച്ച് ആരും എൻ്റെ സബ്സ്ക്രിപ്ഷനിലേക്ക് വരണ്ട എന്ന് വളരെ കൃത്യമായിട്ടും ഐ ആം മെയ്ഡ് ഇറ്റ് ക്ലിയർ എന്ന് പറയുന്ന പോലെ, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഇനി കാണിച്ചു തരുന്നത് എന്തൊരു ബോറായിട്ടാണ് ചില ആളുകൾ ഇവരോട് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് കണ്ടു നോക്കൂ കൂട്ടാ. നിങ്ങളവിടെ കണ്ടോ, കേട്ടോ? നിങ്ങളവിടെ കാണിച്ചു തന്നാൽ തരുമോ? അതൊരു നെഗറ്റീവ് ചോദ്യമല്ല സുഹൃത്തുക്കളെ. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളല്ല ലിച്ചി അവിടെ. പക്ഷേ അവിടെ ആ ഒരു ചോദ്യം ആ രീതിയിൽ തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ, അല്ലേ? ചില ആളുകളൊക്കെ ഉണ്ട്, കാണിച്ചു തന്നാൽ തരുമോ എന്നുള്ള ചോദ്യം, അത് സൂപ്പറായി. എൻ്റെ പൊന്ന് അമീർ സന, അതെങ്ങനെയാണ് എൻ്റെ പൊന്നു സുഹൃത്ത് നിങ്ങൾക്ക് അതൊക്കെ സൂപ്പറാവുന്നേ? ഒരു സ്ത്രീ അവിടെ അപമാനിക്കപ്പെടുകയല്ലേ? പലപ്പോഴും ഇവരുടെ സംഗതിയൊക്കെ കാണുമ്പോഴോ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. എന്തുവാടാ ഇതൊക്കെ? നീ നോക്കിയേ, എന്റെ അടുത്ത് ഇങ്ങോട്ട് എന്തെങ്കിലും ചൊറിയാൻ തിരിച്ച് നല്ലോണം ചൊറിയും, നല്ല ചേരാവിട്ട് ഞാൻ ചൊറിയും. അപ്പൊ അത് കാരണം ഒരാൾ വന്ന് ചൊറിഞ്ഞപ്പോ ഞാൻ നല്ലോണം ചൊറിഞ്ഞ് നിങ്ങളും ഉണ്ട് സബ്സ്ക്രിപ്ഷൻ? ഞാൻ ചൊറിഞ്ഞപ്പോ എന്റെ ഇൻസ്റ്റാഗ്രാം അവര് സബ്സ്ക്രിപ്ഷൻ കളഞ്ഞു. എന്നുവെച്ചാൽ എന്റെ മെസ്സേജസ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. എന്നുവെച്ചാൽ അത്രയും സ്ട്രിക്റ്റ് ആണ് ഇപ്പൊ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കണ്ടന്റ് അവിടെ ഉണ്ടാകാനും പറ്റില്ല. നമ്മുടെ കേരളത്തിൽ ആകെ മാറി, ഗൈഡ് ലൈൻസ് ഒക്കെ മാറി. കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞ് ഇതെന്തോ ഒരു ഭയങ്കര എന്തൊക്കെയോ ഒരു എന്താ പറയാ, മറ്റേ സിനിമ കാണാൻ വേണ്ടി പോവാണ്, നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് എവിടെയെങ്കിലും കുത്തിരുന്നിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടി പോവാണെന്ന രീതിയിലേക്കൊന്നും ആരും സബ്സ്ക്രിപ്ഷനിലേക്ക് പോകണ്ട. പല ആളുകളും വളരെ ഈ സബ്ബൊക്കെ ചെയ്യുന്നത് അത്രയ്ക്കും വേണ്ടപ്പെട്ട നല്ല ഇൻഫോർമേറ്റീവോ കോണ്ടന്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ സബ് ചെയ്യുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു സ്ത്രീകൾ എവിടെയെങ്കിലും സബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ വേറെ പരിപാടിയാണ് അവിടെ നടക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ലിച്ചി എന്ന് പറയുന്ന ഇവർ ഒരു വ്യത്യസ്തയാണ്, ഭയങ്കര വ്യത്യസ്തയാണ്. ഒരു സംശയമില്ല. കാരണം അവർ അത്രയൊന്നും ഇവരുടെ കളികൾക്ക് കൂട്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. അപ്പം മനസ്സിലായല്ലോ. ഇനി പോയിട്ട് ധൈര്യത്തിൽ ലിച്ചിയുടെ എന്താ പറയുക വീഡിയോ ഒക്കെ സബ് ചെയ്തോളൂ. കാരണം അവരെന്താണെന്ന് അവർ വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ലിച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നതിൽ നാണിക്കൊന്നും വേണ്ടിയില്ല. അപ്പോൾ ബബ.